തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. മാഡത്തിന്റെ പോലീസും പാർട്ടിക്കാരും എല്ലാരും കൂടെ വന്നാലും ഞാൻ പേടിക്കില്ല. മോളെ, നിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എന്നെ സമാധാനിപ്പിക്കാൻ ഒന്നും പറയണ്ട. മാഡം ഇപ്പൊ രക്ഷിച്ചില്ലേ എന്റെ ശത്രു ദേവിക. ഞാൻ അവളെ തോൽപ്പിക്കും. അത് കഴിഞ്ഞ് ഞാൻ മാഡത്തെ കാണാൻ വരും. മാഡം കാത്തിരുന്നോളൂ. മോളെ, എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അത്ഭുതം പോലെയല്ല ദേവിക്ക് പുറത്തു വന്ന്. ഗിരി അന്ന് പറഞ്ഞു സത്യം ജയിക്കൂന്ന്. സത്യവാ. ഇനി എന്റെ അച്ഛന്റെ നിരപരാധിത്വം കൂടി പെട്ടെന്ന് തെളിയണം. ദേവിക വന്നു. പക്ഷേ ചെറുതല്ലാത്ത രണ്ട് ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. തനുജയും ത്യാഗരാജനും. അവരിന് ഇരട്ടി വാശിയിലായിരിക്കും. എനിക്ക് തിരിച്ചാ തോന്നുന്നേ. നമ്മുടെ ഒരു ശക്തി അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ച് കൃത്യമൊരു തോൽവി തന്നെ ഇത്. ഇനി അതുകൊണ്ട് പത്തി താഴ്ത്തി അടങ്ങിയിരുന്നൊന്നും വരും. എന്തായാലും കാര്യങ്ങൾ നേരായ രീതിയിൽ പെട്ടെന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. കാര്യങ്ങൾ നേരെയാവണമെങ്കിൽ തേവക്കാട്ടൊന്ന് തനുജ പോണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. ഇനി ഒരു വിജയം കൂടെ ചന്ദ്രോത്തുകാർക്ക് ഉണ്ടാവാതിരിക്കാൻ തനുജയും ത്യാഗരാജനും ചേർന്ന് ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കും. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ വിജയം ദേവിക്ക് പുറത്തു വന്നത് എനിക്കൊരു ധൈര്യം തരുന്നു. അവരുടെ ഏത് വെല്ലുവിളിയും നേരിടാൻ പറ്റുന്നൊരു തോന്നൽ വരുന്നു. കൂരിരുട്ടിന്റെ നടുവിലെ കുഞ്ഞു വിളിച്ചു എന്നൊക്കെ പറയുന്ന പോലെ പരാജയങ്ങൾക്കിടയിലെ ചെറിയ വിജയം ഒരാശ്വാസം തന്നെ. പറയേണ്ടതെല്ലാം മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു. സംസാരിക്കുമ്പോ മുന്നിലിരിക്കുന്നത് ഒരു മന്ത്രിയാണെന്ന് തോന്നിയതേയില്ല. സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന സ്വാതന്ത്ര്യവും ധൈര്യവും ഒക്കെ കിട്ടി. ഗുഡ്. എന്റെ ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് വ്യക്തമായൊരു ഉത്തരവില്ലായിരുന്നു ആന്റി. എന്നെ അതിശയിപ്പിച്ചതല്ല. ഞാൻ ഇത്രയൊക്കെ ചൂടായി സംസാരിച്ചിട്ടും അവര് മുഖം കറുത്ത് ഒന്നും പറഞ്ഞില്ല. ഒന്നുകിൽ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കും, അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ വിളിച്ച് പിടിച്ച് പുറത്താക്കിക്കുന്ന കരുതിയത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഇടയ്ക്കെന്നെ സഹതാപത്തോടെ നോക്കിയിരുന്നു. പിന്നെ കുറെ നേരം തളർന്നിരുന്നു. നമ്മൾ പാർട്ടിക്ക് പരാതി കൊടുക്കാതിരിക്കാനുള്ള ഓരോ അടവാത്. ദേവികയെ വിട്ടയച്ചത് മന്ത്രി പറഞ്ഞിട്ടാണെന്ന് അവര് സമ്മതിച്ചോ? ഇല്ല, അതൊന്നും സമ്മതിച്ചില്ല. പലതിനും ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറി. സോപ്പിടാനായിരിക്കും ഇടയ്ക്ക് മോളെ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. തനുജ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാനോ ചേച്ചിയോ ആണ് പോയിരുന്നെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ മന്ത്രിയോട് സംസാരിക്കില്ലായിരുന്നു. ഞാനിനി ഇവിടുത്തെ ആളല്ലേ ചേട്ടാ. ഇവിടുത്തെ ഏത് കാര്യത്തിനും ഞാൻ തന്നെയായിരിക്കും മുന്നില്. ഇനിയും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ചന്ദ്രോത്തുകാർക്ക് സഹായം ഉണ്ടാവോ? അത്ര തുറന്ന ഒരു സഹായം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാ അവരെന്നെ ഓർമ്മിക്കും. ദേവികയെ സഹായിച്ചത് എനിക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവരറിയണം. വാ. ഇവളാള് കൊള്ളാം. ഒരു മന്ത്രിയോട് പോലും നേർക്കുനേരെ സംസാരിക്കുന്ന ഇവള് തന്നെയാ ഇനി എന്റെ ആയുധം.
കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയാൻ തന്നെ തീരുമാനിച്ചോ? അതെ മോളെ, അതിന് മറച്ചു വെക്കണ്ട. സിദ്ധു അറിയട്ടെ. അച്ഛന് വിഷമാവും. അച്ഛനൊരു വലിയ രഹസ്യമായി സൂക്ഷിച്ചത് മന്ത്രിയോട് തുറന്നു പറഞ്ഞു എന്നറിഞ്ഞാ? ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്കിപ്പോ പ്രധാനം എന്റെ ഈ വീടാ. വീട് കൈവിട്ടു പോവാ. നിങ്ങളെ പക്ഷെ കൈവിട്ടു കൊടുക്കാൻ പറ്റില്ല. സിദ്ധുവിനെ കാണാനുള്ള അനുവാദം ബുധനാഴ്ചയിൽ മാത്രമാണല്ലോ. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഞാനിത് പറഞ്ഞേനെ. ജപ്തി നോട്ടീസ് ഒട്ടിച്ചതുൾപ്പെടെ പല കാര്യങ്ങളും അച്ഛൻ ചിലപ്പോ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലേ അമ്മേ? ഒന്നും അറിയില്ല മോളെ. സിദ്ധുവിന്റെ മനസ്സ് എങ്ങനെയാണെന്ന് തന്നെ അറിയാൻ വയ്യ. ആത്മവിശ്വാസം കൈവിട്ടു തുടങ്ങിയോ അതോ ധൈര്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ടോ ഒന്നും അറിയാൻ വയ്യ. പക്ഷെ എന്തായാലും ശരി, സിദ്ധുവിനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹലോ ചന്ദ്രമതി. ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ മിനിസ്റ്റർ? പറഞ്ഞോളൂ ചന്ദ്രമതി. മുമ്പ് വിളിച്ചപ്പോ പ്രഭാവതി മുന്നിലിരിക്കുന്നു, തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. പ്രഭാവതി ഇതുവരെ പോയില്ലേ മിനിസ്റ്റർ? അയ്യോ സോറി, ഒരു മന്ത്രിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. പക്ഷേ ഞാനിപ്പോ സംസാരിക്കുന്നത് ബാലുവിന്റെ പഴയ സഹപ്രവർത്തകയോടാ. അന്നിവിടെ വന്നപ്പോ മിനിസ്റ്റർ പറഞ്ഞു ബാലു കാരണമാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്ന്. സിദ്ധുവിനെ കുറിച്ചും പറഞ്ഞു. അങ്ങനെ എന്റെ ഭർത്താവിന്റെ സ്വാധീനം ഉണ്ടായിരുന്ന ആളോട് കുറച്ച് സ്വാതന്ത്ര്യം എടുക്കാമല്ലോ. ചന്ദ്രമതിക്ക് അറിയാലോ, 100 കൂട്ടം തിരക്കുകള. അതിനിടയിൽ അത്യാവശ്യമുള്ള പലതും മറന്നുപോകും. ആരെ മറന്നാലും എന്തു മറന്നാലും മിനിസ്റ്റർ ബാലുവിനെ മറക്കാൻ പാടില്ലായിരുന്നു. ഞാൻ മറന്നിട്ടില്ല. മറന്നു. മിനിസ്റ്റർ ബാലുവിനെ മറന്നു. അല്ലെങ്കിൽ ബാലുവിനെ കൊന്നവരുടെ ഭാഗത്ത് ചേരില്ലായിരുന്നു മന്ത്രി മേരി തോമസ്. അല്ല, ഞാനങ്ങനെ. ഞാൻ പറഞ്ഞോട്ടെ, അന്ന് മന്ത്രി രാധാകൃഷ്ണൻ വന്നപ്പോ പറഞ്ഞത് ഈ കേസിൽ പാർട്ടി ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്ന്. ചന്ദ്രോത്തുകാർക്ക് ഒരു സഹായവും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞതൊന്ന്, മന്ത്രി മേരി തോമസ് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. പ്രഭയ്ക്കും കുടുംബത്തിനും വേണ്ടി നിയമം ലംഘിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നെ വിളിക്കാനും കാര്യങ്ങൾ തിരക്കാനും ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? അങ്ങനെയൊന്നും അല്ല ചന്ദ്രമതി. അങ്ങനെ തന്നെയാണ് മേരി തോമസ്. ആ ദേവികയെ സ്റ്റേഷനിൽ നിറക്കാൻ സഹായിച്ചത് മിനിസ്റ്റർ അല്ലേ? നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റോ അല്ലാന്ന്? പ്രഭാവതി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഓർമ്മയില്ലേ? അവളുടെ അച്ഛൻ ബലരാമനാണെന്ന്. ബാലുവിനെ എനിക്ക് മുന്നേ തന്നെ അറിയുന്ന ആളല്ലേ മേരി തോമസ്? അങ്ങനെയുള്ള ഒരാളാണോ ബാലു? ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നീട് അവൾക്കൊരു കുഞ്ഞിനെ നൽകി ഉപേക്ഷിച്ചു പോകുന്നവനാണോ ബാലു? അഥവാ അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് എന്നെ അന്വേഷിച്ച് തിരക്കി വരുമായിരുന്നു. പച്ചക്കള്ളവല്ലേ പ്രഭാവതി വിളിച്ചു പറഞ്ഞത്? എന്നിട്ട് മന്ത്രി ഒന്ന് പ്രതികരിച്ചതുമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ കുറിച്ചല്ലേ ആക്ഷേപം ഉന്നയിച്ചത്? എന്നിട്ട് ബാലുവിന്റെ ആളായിരുന്ന മന്ത്രി മേരി തോമസിന് നാവ് പൊന്തിയില്ല ബാലുവിന് വേണ്ടിയിട്ട് പറയാൻ. പറഞ്ഞില്ല. ബാലുവിന്റെ ആത്മാവ് ഒക്കെ കാണുന്നുണ്ട്, അതൊരിക്കലും മറക്കണ്ട. ശരി, ബാലുവിനെ വിട്ടേക്ക്. പാവം ആ അനാഥ പെണ്ണ് തനൂജ. നമ്മളെപ്പോലൊരു പെണ്ണല്ലേ അവളും. അവളുടെ അവസ്ഥയെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? മകളെ നഷ്ടപ്പെട്ട അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കാത്ത എന്താ? മന്ത്രിയുടെ സഹായം ഇല്ലെങ്കിലും തനൂജയ്ക്ക് ഞാനുണ്ട്. അവള് ഇവിടെയാ നിൽക്കുന്നത്.
ബാലുവിന്റെ എന്റെയും മകളായിട്ട് ഞാൻ അവളെ വളർത്തുക. എന്നെങ്കിലും ഒരിക്കൽ അവളുടെ അമ്മയെ കാണുകയാണെങ്കിൽ ആ കൈകളിലേക്ക് ഞാൻ അവളെ ഏൽപ്പിക്കും. അതുവരെ അവൾ എന്റെ മകളാ. അമ്മ ഇപ്പോ അച്ഛനെ കണ്ടിട്ടുണ്ടാവുമല്ലേ? കണ്ടിട്ടുണ്ടാവണം. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കാണോ? ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാം അറിയട്ടെ. ചിലപ്പോ മാധ്യമങ്ങൾ വഴിയും ജയിലിലെ ഉദ്യോഗസ്ഥർ വഴിയും ഒക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. പത്രസമ്മേളനം, നിന്നെ അറസ്റ്റ് ചെയ്തത് എല്ലാം. അച്ഛൻ സൂക്ഷിച്ച രഹസ്യങ്ങൾ പരസ്യമാക്കിയതിന് നമ്മളോട് ദേഷ്യം തോന്നുമോ? നമ്മുടെ നിവൃത്തികേടല്ല, ഗതികേട് അച്ഛന് നന്നായിട്ട് അറിയാം. ഇതല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനാവില്ലെന്നും അച്ഛന് മനസ്സിലാവും. ചുറ്റും ശത്രുക്കൾ മാത്രമുള്ള അവസ്ഥയില് ഇത് തന്നെ ചെയ്യേണ്ടതെന്നാവും അച്ഛനും പറയുക. അച്ഛനും അമ്മയും തമ്മിൽ കാണുന്നത് രണ്ടുപേർക്കൊരു ആശ്വാസമാവും. പക്ഷേ അച്ഛൻ തകരാൻ പോകുന്നത് ഒരു കാര്യത്തിലായിരിക്കും, വീടിന്റെ ജപ്തി. അച്ഛന്റെ ജയിൽ ശിക്ഷയേക്കാൾ മാനസികമായി തകർക്കാൻ പോകുന്നത് ഈ ജപ്തിയുടെ കാര്യത്തിലായിരിക്കും. ഇല്ല, അമ്മ അത് പറയില്ല. അങ്ങനെയാണല്ലോ നമ്മൾ തീരുമാനിച്ചത്. അല്ല, പല കാര്യങ്ങളും സംസാരിച്ചു വരുമ്പോ അറിയാതമ്മ പറഞ്ഞുകൂടാന്നില്ല. അങ്ങനെ പറഞ്ഞ അച്ഛൻ ആകെ തകർന്നു പോവും. ചന്ദ്രോത്തിലെ ഓരോ മുക്കിലും മൂലയിലും അച്ഛന്റെ ജീവിതമുണ്ട്. അത് ജപ്തിയായി പോകുന്നെന്ന് പറഞ്ഞ് പിന്നെ സഹിക്കാൻ പറ്റില്ല. ചിലപ്പോ നന്ദു പറഞ്ഞ പോലെ അച്ഛനെല്ലാം പ്രാക്ടിക്കലായി കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. വീട് ജപ്തി ആയാലും സാരമില്ല, നമ്മളെ സമാധാനത്തോടെ ജീവിച്ചാൽ മതിയെന്ന് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. കേസും വഴക്കും ഒക്കെ അവസാനിച്ച് അച്ഛൻ എന്നായിരിക്കും ഒന്ന് പുറത്തു വരുന്നേ? അച്ഛൻ പുറത്തു വരണമെങ്കിൽ ഒരാൾ വിചാരിക്കണം, മിനിസ്റ്റർ മേരി തോമസ്. തനൂജയുടെ കാര്യത്തിൽ മേരി തോമസ് ഒരു തീരുമാനമെടുത്താൽ അത് അച്ഛൻ അനുകൂലമായിട്ട് വിധിയുണ്ടാക്കും. എന്തായിരിക്കും മേരി തോമസിന്റെ നീക്കം? അത് മേരി തോമസിനെ അറിയൂ. സിദ്ധു, കേസിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. നല്ല പ്രതീക്ഷയുണ്ട്. ആത്മവിശ്വാസം നഷ്ടപ്പെടരുത്, ധൈര്യമായിരിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടിയുള്ളപ്പോ ഒരു ധൈര്യക്കുറവുമില്ല. പിന്നെ ഒരു കാര്യം. എന്താ പ്രഭ? മനഃപൂർവ്വമല്ല, മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു. കാര്യം പ്രഭ. മേരി തോമസിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യങ്ങള്? തനൂജയുടെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളത്. അച്ഛൻ ആരാണെന്ന് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ തന്നെ അമ്മ ആരാണെന്നും മേരി തോമസ് തിരിച്ചറിയേണ്ടതാ.
എന്തായാലും ഞാൻ അറിയിച്ചിട്ടുണ്ട്. സിദ്ധു, ഞാൻ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ജയിലിന് പുറത്ത് മരച്ചുവട്ടിൽ ഒഴിവ് നോക്കി കാത്തിരുന്നത് സിദ്ധുവിനോട് സംസാരിക്കാനാ. എന്നെ കാണണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്ക് തന്ന വാക്കുകളൊക്കെ തെറ്റിച്ചില്ലേ? ഇതൊരു തരത്തിൽ ചതിയാണ്. ഒരിക്കലുമല്ല, ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. ഒരു ചതിയുടെ രഹസ്യങ്ങൾ മന്ത്രിയെ അറിയിച്ചതാ. മേരി തോമസ് നന്മയുള്ള സ്ത്രീയാണെങ്കിൽ തന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കും. രഹസ്യങ്ങൾ പലരെ അറിയിക്കും. പണ്ട് കുടുംബക്കാര് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യും. സിദ്ധുവിന്റെ നന്മ തിരിച്ചറിയും. വിശ്വാസവഞ്ചന കാണിച്ചിട്ട് ന്യായീകരിക്കുന്നു പ്രഭ. ഞാൻ ആരോടും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. സിദ്ധുവിന് വാക്ക് തന്നിട്ടുണ്ട്. ആ രഹസ്യം ആരും അറിയില്ലെന്ന് ശരിയാണ്, സമ്മതിക്കുന്നു. പക്ഷെ ആരും അറിയാത്തത് കൊണ്ടാ എന്റെ ഭർത്താവ് ജയിലിലായത്, എന്റെ കുടുംബം തകർന്നത്, ഒന്നിനു പിറകെ ഒന്നായി ആപത്തുകൾ വരുന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? സിദ്ധു പറ. ആരും അറിയരുതെന്ന് സിദ്ധു ആവശ്യപ്പെടുമ്പോഴുണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം മാറിയില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഒട്ടും വിഷമം തോന്നുന്നില്ല. സിദ്ധുവിന് ഞാൻ വാക്ക് തന്നു. സിദ്ധുവിന് വേണ്ടി ഞാൻ തെറ്റിച്ചു, അത്രേ ഉള്ളൂ. സിദ്ധു പേടിക്കണ്ട. നമ്മൾ വിചാരിച്ചെന്താ, ഈ വിവരം അറിയുമ്പോ മേരി തോമസ് ഞെട്ടും, തകരും, ആത്മഹത്യ ചെയ്യും എന്നൊക്കെയല്ലേ? എന്നിട്ടോ അവർക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്രേ ഉള്ളൂ സിദ്ധു കാര്യങ്ങള്. എല്ലാവർക്കും അവരവരുടെ ജീവിതം. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം. നമ്മൾ പ്രതീക്ഷിക്കും പോലെ നന്മ നിറഞ്ഞൊരു സ്ത്രീയാണ് മേരി തോമസ് എങ്കിൽ അവർ സിദ്ധുവിനെ കാണാൻ ഇവിടെ വരും. മരിച്ചെന്ന് കരുതിയ കുഞ്ഞിനെ വളർത്തി വലുതാക്കി തിരികെ നൽകിയതില് നന്ദി പറയും. തനൂജ വന്ന് കാല് പിടിച്ച് കരയേണ്ടതല്ലേ? തെറ്റിദ്ധരിച്ചതിൽ മാപ്പും ചോദിച്ച്. തനൂജ ഇപ്പൊ ഇളകാതെ നിൽക്കുന്നത് ബലരാമന്റെ കാര്യത്തില് ഞാൻ കള്ളം പറഞ്ഞു എന്ന് കരുതിയിട്ടാ. മേരി തോമസ് മുന്നോട്ട് വന്ന് കഴിയുമ്പോ എല്ലാം മംഗളമായിട്ട് അവസാനിക്കും. സിദ്ധു എല്ലാം നല്ലതിനു വേണ്ടി മാത്രമാണെന്ന് കരുതും. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവില്ല ചന്ദ്രോത്ത്. പക്ഷെ പ്രതീക്ഷ കൈവിടുന്നില്ല സിദ്ധു. ഇടയ്ക്ക് ദേവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറിഞ്ഞു. ദേവികയുടെ അറസ്റ്റും തന്റെ പത്രസമ്മേളനം ഒക്കെ അറിഞ്ഞു. പക്ഷേ മേരി തോമസിനോട് താൻ... ഇനി പറ്റില്ല സിദ്ധു. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ നമുക്ക് വന്നത് ഈ രഹസ്യ സൂക്ഷിപ്പുകൊണ്ട. ഇതിനി പറ്റില്ല. ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇടപാടുകൾ നടത്താൻ പറ്റാത്ത സാഹചര്യം. തനൂജ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. മലയൻ കീഴിലെ 10 സെന്റ് സ്ഥലം വിൽക്കാൻ നോക്കിയപ്പോ അത് സാധിക്കാത്ത തരത്തിൽ ബ്ലോക്ക് വന്നേക്കുന്നു. സിദ്ധു, ഞാൻ സിദ്ധുവിനെ കാണാൻ വന്നത് ചന്ദ്രോത്തിലെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞ് സിദ്ധുവിന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല. ഈ സാഹചര്യങ്ങൾക്കിടയിൽ നിൽക്കുമ്പോ ചില രഹസ്യങ്ങൾ സൂക്ഷിച്ചു പിടിക്കാൻ പറ്റില്ല. മേരി തോമസിന്റെ മാതൃത്വത്തെക്കാൾ എനിക്ക് വലുത് എന്റെ ജീവിതം. ഇപ്പൊ സിദ്ധുവിന് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് പല രഹസ്യങ്ങളും തുറന്നു പറയേണ്ടി വന്നതെന്ന്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. സിദ്ധു ഏതെങ്കിലും രീതിയിൽ അറിയുമെന്ന് വെച്ചിട്ടാ പറയുന്നേ. എന്താണ്? നമ്മുടെ ചന്ദ്രോത്ത് ജപ്തി ചെയ്ത് പോകുമ്പോ ബാങ്കുകാരെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും തുക കിട്ടിയില്ല. വൈകാതെ ചന്ദ്രോത്തുനിന്ന് ഇറങ്ങണം. സിദ്ധുവിന്റെ മനസ്സ് തകർക്കാനല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് സിദ്ധുവിനോട് ഷെയർ ചെയ്യണം.
നമ്മൾ സ്വപ്നം കണ്ട് നന്ദിന് വേണ്ടി വെച്ച വീടാത്. കൈവിട്ടു പോവാ സിന്ധു. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.